സെൻ നദിയുടെ കിഴക്കൻ ഭാഗമായ ഓസ്ട്രേലിയസ് പാലത്തിന് സമീപത്തു നിന്ന് താരങ്ങളെ നദിയിലൂടെ പ്രത്യേകം തയ്യാറാക്കിയ തോണികളിൽ ഉദ്ഘാടന വേദിയിലേക്ക് എത്തിക്കും. സ്റ്റേഡിയത്തിന് പുറത്ത് ചരിത്രത്തിൽ ആദ്യമായി അരങ്ങേറുന്ന ഉദ്ഘാടന ചടങ്ങിൽ ഫ്രഞ്ച് സംസ്കാരം നിറഞ്ഞു നിൽക്കും. 10,500 അത്ലറ്റുകൾ 100ഓളം നൗകകളിലായി അണിനിരക്കും. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 11 മണിക്കാണ് ആ ചടങ്ങുകൾക്ക് തുടക്കമാകാൻ പോകുന്നത്. ഈ പഴയ പാലങ്ങൾക്കിടയിലൂടെയും പ്രശസ്തമായ ഈ കെട്ടിടങ്ങൾക്കിടയിലൂടെയും ഒക്കെ നദിയിലൂടെ ഈ നൗകകളിൽ പല വർണ്ണങ്ങളിലും കൊടികളിലുമൊക്കെ നീന്തി നീങ്ങുന്നത് അതിമനോഹര കാഴ്ചയാകാൻ ഇരിക്കുകയാണ്. ആ കാഴ്ചകൾ നമുക്കായി കാത്തിരിക്കുന്നു. പാരീസിൽ ഈ വിശ്വ കായികമേളയ്ക്ക് ഇന്ന് ഔദ്യോഗിക തുടക്കമാകുന്നു. ടോക്കിയോയിലെ നേട്ടത്തിന് മുകളിലേക്ക് മെഡലുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യയുടെ അഭിമാന താരങ്ങളും ഇന്ന് ഇറങ്ങുന്നുണ്ട്. PR ശ്രീജേഷും പ്രണോയും അബ്ദുള്ള അബൂബക്കറും അനസും അജ്മലും അജോമും മിജോ ചാക്കോയും കുര്യനും നമ്മുടെ മലയാളികളുടെ അഭിമാനമായി മാറാൻ ഇറങ്ങുന്നു എന്നുള്ളതാണ് ഏറെ അഭിമാനിക്കാവുന്നത്. നമുക്ക് അതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം. നമ്മളോടൊപ്പം ദിവ്യ ജോസഫ് ചേരുന്നുണ്ട് വിശേഷങ്ങളുമായി. ദിവ്യ, കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ആ വർണ്ണ കാഴ്ച കാണാൻ. എന്തൊക്കെയാണ് പാരീസിൽ നിന്നുള്ള വിവരങ്ങൾ? പാരീസ് എന്ന ഒരു നഗരത്തിന്റെ പേര് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് കലാകാരന്മാരുടെ നാട്, പ്രണയത്തിന്റെ നാട് എന്നൊക്കെയാണ്. ഇനി വരുന്ന 17 ദിവസങ്ങൾ ആ നാട് പ്രണയിക്കാൻ പോകുന്നത് ഈ കായിക മത്സരങ്ങളെ ആയിരിക്കും. അതായത് കായിക പ്രേമികളുടെ നാടായി അടുത്ത 17 ദിവസം പാരീസ് മാറുകയാണ്. ഇന്ന് ഏകദേശം 11 മണിയോടെ തന്നെയായിരിക്കും ഈ പരിപാടികളുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട സെയിൻ നദിയിൽ തന്നെയാണ് ഈ ഒരു ഫ്ലോട്ടിംഗ് പരേഡായിരിക്കും കാണാൻ കഴിയുക എന്നാണ്. നമുക്കറിയാം, നേരത്തെയും പല രാജ്യങ്ങളും അവരുടെ ഒരു പ്രസ്റ്റീജിയസ് ഈവൻ്റ് ആയിട്ടാണ് ഒളിമ്പിക്സിനെ കാണുന്നത്. അവരൊന്നും പരീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ഫ്ലോട്ടിംഗ് ഈവൻ്റ്, ഒരു ഫ്ലോട്ടിംഗ് പരേഡാണ് പാരീസ് ഒരുക്കിയിരിക്കുന്നത്. അതിന് സെയിൻ നദി 6 കിലോമീറ്റർ നീളമുള്ള ഈ സെയിൻ നദിയിൽ കൂടി എന്തൊക്കെ അത്ഭുതങ്ങളാണ് പാരീസ് ഒരുക്കിയിരിക്കുന്നത് എന്ന് കാത്തിരിക്കുകയാണ് ഈ ലോകമെമ്പാടുമുള്ള കായിക പ്രേമികൾ. അതോടൊപ്പം തന്നെ ഈ ഓരോ കായിക ഇനങ്ങളെയും സ്നേഹിക്കുന്ന ആളുകൾ അത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സ്റ്റേഡിയത്തിനുള്ളിൽ നിന്നുള്ള ഒരു പരിപാടി എന്നതിനപ്പുറത്തേക്കാണ് ഈ മത്സരം അല്ലെങ്കിൽ ഈ ഒരു പരേഡ് നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ആസ്റ്റ ബ്രിഡ്ജിൽ നിന്ന് തുടങ്ങുന്ന ഈ പരേഡ് ഏറ്റവും അവസാനം ഈഫൽ ടവറിൻ്റെ അവിടെ ചെന്നാണ് അവസാനിക്കുന്നത്. അവിടെ നിന്നാണ് പിന്നീട് ഈ ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ നടക്കുന്നത്. പക്ഷേ ആളുകളുടെ എണ്ണത്തിലൊക്കെ, ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ എണ്ണത്തിലൊക്കെ വലിയ കുറവുണ്ട്. നമുക്ക് ആരൊക്കെയാണ് കേരളത്തിൽ നിന്ന് പോകുന്നത് എന്ന് മാത്രം നമുക്കൊന്ന് പരിശോധിക്കാം. വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ശ്രീജേഷ് തന്നെയാണ് ഏറ്റവും അഭിമാന താരമായി പോകുന്നത്. ഹോക്കി ക്യാപ്റ്റനായി PR ശ്രീജേഷ് അവിടെ എത്തും. മറ്റൊരു പ്രധാനപ്പെട്ട ഐറ്റം റിലേ മത്സരങ്ങളാണ്. അതിനുള്ള താരങ്ങളാണ് ഉള്ളത്. ബാഡ്മിന്റണിൽ HS പ്രണോയാണ് നമ്മളെ അഭിമാന താരമാകാൻ പോകുന്നത്. അതുപോലെ ട്രിപ്പിൾ ജമ്പിൽ അബ്ദുള്ള അബൂബക്കർ ഉണ്ട്. മറ്റുള്ളവരെല്ലാം ഈ റിലേ മത്സരങ്ങളിലാണ്. അനസിനെ നമുക്കറിയാം, ഓട്ടം കൊണ്ട് നമ്മളെ അഭിമാനത്തിന്റെ അത്രയും നെറുകയിലെത്തിച്ച താരങ്ങളാണ് എന്നറിയാം. അപ്പം ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് എത്ര അത്ലറ്റുകൾ ഉണ്ട്? മലയാളികൾ ആരൊക്കെയാണ്? എന്തൊക്കെ പ്രതീക്ഷകളാണുള്ളത്? ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് 117 താരങ്ങളാണ് മത്സരിക്കുന്നത്. 16 ഇനങ്ങളിലായിട്ടായിരിക്കും മത്സരിക്കുന്നത്. അതിൽ മെഡൽ പ്രതീക്ഷയുള്ള ധാരാളം ഇവന്റുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രത്യേകത. ഒന്ന് പറയേണ്ടത്, അഭിനവ് ബിന്ദ്രയ്ക്കും നീരജ് ചോപ്രയ്ക്കും ശേഷം ഈ ഒളിമ്പിക്സിൽ ആര് മെഡൽ നേടുമെന്നുള്ളൊരു ആകാംക്ഷ കൂടിയുണ്ട്. നമുക്ക് നേരത്തെ ആദ്യം ധന്യ പറഞ്ഞ ശ്രീജേഷിൽ നിന്ന് തുടങ്ങിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പോൾ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വിരമിക്കലിന് ശേഷം, അതായത് ഈ ഒളിമ്പിക്സിൽ ഒരു സ്വർണ്ണ മെഡൽ നേടിക്കൊണ്ട് അദ്ദേഹത്തിന് ഒരു വീരോചിതമായ ഒരു വിരമിക്കൽ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ആളുകളുള്ളത്, അല്ലെങ്കിൽ ഇന്ത്യൻ ആരാധകരുള്ളത്. നാളെ ഇന്ത്യ ന്യൂസിലൻഡിനെ ഹോക്കിയിൽ പ്രാഥമിക റൗണ്ടിൽ നേരിടുകയാണ്. അങ്ങനെ നാളെ 8 മത്സരങ്ങളാണ് ഇന്ത്യക്ക് ഉള്ളത്. ഓരോ മത്സരവും വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഷൂട്ടിംഗ് അടക്കമുള്ള മത്സരങ്ങളുണ്ട്, ടേബിൾ ടെന്നീസ് ഉണ്ട്, ടെന്നീസ് ഉണ്ട്. അങ്ങനെ ഇന്ത്യ ഏറെ പ്രതീക്ഷ വെക്കുന്ന മത്സരങ്ങളെല്ലാം നാളെ മുതൽ ആരംഭിക്കുകയാണ്. എന്തുതന്നെയാലും ഏറെ പ്രതീക്ഷയോടെയാണ് കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ 7 മെഡലുകൾ എന്ന നേട്ടം, അത് ഒരു ഇരട്ട സംഖ്യയിലേക്ക്. ഇന്ത്യൻ സമയം 11 മണിക്ക് അവിടെ ഒരുക്കങ്ങൾ തുടങ്ങും. 11:30 ഈ വർണ്ണാഭമായ കാഴ്ചകളിലേക്ക് നമ്മൾ കടക്കും. ഇത്രയധികം രാജ്യങ്ങളുണ്ട്. അവരെ എല്ലാവരെയും സ്വീകരിച്ചതിന് ശേഷമായിരിക്കും ഔദ്യോഗികമായി പാരീസ് ഒളിമ്പിക്സിന് തുടക്കമാവുക.